ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ നിന്നപ്പോഴാണ് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴയൊന്ന് മാറാൻ വേണ്ടി ഞാൻ അവിടെ പുറത്ത് ഇറങ്ങിയിരിക്കുക. ഞാൻ പോകണമെന്ന് വെച്ചാൽ ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. ഇതിൻ്റെ റൈറ്റ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു പൊട്ടൽ വന്നു. ഇപ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട്. മഴ കുറയാൻ വേണ്ടി നിന്നിട്ട് മഴയുടെ കുറയലൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ കോട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ വർക്ക്ഷോപ്പിലോട്ട് വന്നേ. ഞാൻ അവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ആളിതും തുറന്നു വെച്ചിട്ട് എങ്ങോട്ടോ പോയേക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുള്ള് ഫുഡ് കഫേസ് ആട്ടോ. നമ്മൾ മുന്നേ ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഈ ഭാഗത്തോട്ടെ തന്നെ വന്നത്. ഇത് അമ്മുവിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ പിന്നെ കുറേ നേരം കാത്തു നിന്നപ്പോൾ ആൾ വന്ന് പരിപാടി തുടങ്ങി. ബായി ഒറ്റയ്ക്കാണ് കേട്ടോ ഈ സംഭവം കൊണ്ടു നടത്തണേ. അപ്പോൾ എന്തോ ആവശ്യത്തിന് പുറത്തോട്ട് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പരിപാടിക്കും ആൾ തന്നെ. നമ്മുടെ വണ്ടി ശരിയാക്കുന്ന ഇടയിൽ ഒരാൾ പഞ്ചറാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഒന്ന് ശരിയാക്കട്ടെ എന്ന്. നമുക്ക് പോയിട്ട് വലിയ ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ ലൈറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ താഴെ സൈഡിൽ കിടക്കുന്ന ആ ബോർഡും കൂടി വെക്കണം, എന്ന് വെച്ചാൽ അടപ്പടയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഏറെക്കുറെ 700 രൂപ കിട്ടോ. എന്നിട്ട് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഓൺ ദ വേ ഞാൻ ഒരു കടയിലും കൂടി കയറാനുണ്ടായിരുന്നു. ഈ കടയില്ല, ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ഫോൺ കടയിൽ അമ്മുവിൻ്റെ ഫോണിൻ്റെ കവറൊന്ന് മാറ്റണം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ വെൻഡേഴ്സ് ഉണ്ട്. അവരുടെ നല്ല വിലക്കുറവിൽ നമുക്ക് ഫോൺ കേസ് കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഡിമാർട്ടിൻ്റെ അടുത്ത് വരെ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയേ. അങ്ങനെ തിരിച്ചെത്തി. വണ്ടി കവറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓപ്പൺ പാർക്കിംഗ് ആണോ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ കാർ ഇവിടെ നിർത്തുന്നില്ല. കാറിന് വേണ്ടി ഞാൻ വേറൊരു സ്ഥലം പാർക്കിങ്ങിന് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി ആകെ ചളിപ്പൊടിയാവും എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ സെറ്റപ്പാണ്. ഇതേ ഇരിക്കണം നമ്മുടെ ആൾ. കുറേ ദിവസമായി കൊമ്പത്ത് കയറിയിരിക്കണു. ഈ വീക്കെൻഡ് എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് പ്ലാന്. നോക്കാം.